ഞാനിപ്പോൾ ഉള്ളത് അലിമാഷിനോടൊപ്പമാണ്. ശാരീരികമായ ചില അസ്വസ്ഥതകൾ പറഞ്ഞതുകൊണ്ട് ഈ ഓണ അവധിക്ക് അദ്ദേഹത്തെ കൂടെ കാണാനായിട്ടുള്ള ഒരു യാത്രയാണ്. മാഷിനെ കണ്ടു. മാഷിനെ കണ്ടാൽ മാഷിൻ്റെ അഭിപ്രായങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാതെ പോയിട്ടേയില്ല. എല്ലാ പ്രാവശ്യവും 13.8 ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോ, വർഷക്കണക്കിന് മുമ്പ് ചെയ്ത വീഡിയോ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൻ്റെയും ഖുർആൻ്റെയും മാഷിൻ്റെ ഒരു പ്രത്യേകത, മാഷ് അറബി മാഷായിരുന്നു. അറബി നന്നായി അറിയാം. ഇപ്പോൾ അറബി ഒരു കഥാ തന്തുവാണല്ലോ. ജബ്ബാർ മാഷിന് അറബി അറിയില്ല എന്നുള്ള വർത്തമാനം. അറബി അറിയാവുന്ന ഒരു മാഷാണ്. മാഷിൻ്റെ പ്രത്യേകത, ഈ പ്രായത്തിലും മാഷിന് നല്ല ഓർമ്മശക്തി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ പേരുകളൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ട്. ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇബ്നു ഹിഷാമിൻ്റെ പേര് പറയാൻ ഞാൻ മറന്നുപോയി. ആ സമയത്ത് എനിക്ക് പിടികിട്ടിയില്ല. മാഷിനെ സംബന്ധിച്ച് ആ ഒരു വിഷയം വരുന്നില്ല. അപ്പം വീഡിയോ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി വന്നതല്ല. ഇവിടെ വന്നപ്പോൾ രണ്ടുപേരും പ്രചോദിതരായി അല്പം സംസാരിക്കാമെന്ന് തോന്നിയത് കൊണ്ടാണ്. പക്ഷേ താങ്കൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? നമുക്കിപ്പം പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യുക്തിവാദത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച് വളരെ മുന്നോട്ട് പോയതിന് ശേഷം മതത്തിലേക്ക് തിരിച്ചു പോയ അയ്യൂബിൻ്റെ വിവരങ്ങളാണ്. ഞാൻ അയ്യൂബുമായിട്ട് യുക്തിവാദികളിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യം പരിചയപ്പെടുന്നത് ഞാനാണ്. അയ്യൂബിനെ പരിചയപ്പെടുന്നത് ഞാൻ കോഴിക്കോട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാരുടെ ഒരു ബുക്ക് സ്റ്റാളുണ്ടായിരുന്നു. ആ ബുക്ക് സ്റ്റാളിൽ ഇരിക്കുന്ന അവസരത്തിൽ യാദൃശ്യമായിട്ട് അയ്യൂബ് അവിടെ വരികയാണ്. അപ്പോൾ ഞാൻ ആ ബുക്ക് സ്റ്റാളിൻ്റെ ഉടമസ്ഥനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അയ്യൂബ് ഞങ്ങളുടെ സംസാരത്തിൽ ഇടപെട്ട് സംസാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഴിക്കോട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അയ്യൂബ് പറഞ്ഞ് ഞാനും വരുന്നുണ്ട്. അതിനേതുമില്ല, വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ എനിക്ക് വീട് കാലിയാണ്. ഞാനും ഒറ്റയ്ക്ക് താമസിക്കുന്ന അവസരമാണ്. കാപ്പാട് കോഴിക്കോട് കാപ്പാട് ഞങ്ങൾ രണ്ടാളും എത്തിപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിന് എൻ്റെ പെങ്ങളെ വീടുണ്ട് അവിടെ. അപ്പോൾ ആ വീട്ടിൽ പോകും ഭക്ഷണം കഴിക്കാൻ വേണ്ടി. 6 ദിവസം അവിടെ താമസിച്ചു. അപ്പോൾ ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ പിഴവാണ്. അത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കരുനാഗപ്പള്ളിയിൽ ജോലിയാണ്, അവിടെ അധ്യാപകനാണ്. പിന്നെ അന്നൊരു വെക്കേഷൻ സമയമായിരുന്നു. വെക്കേഷൻ സമയമായതുകൊണ്ട് ഭാര്യയും മക്കളുമൊക്കെ കരുനാഗപ്പള്ളിയിൽ വന്നിട്ടുണ്ട്, അവരവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും 6-7 ദിവസം തന്നെ ഞങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ അറബി ഭരിക്കാനവും പൊതുവിക്കാനോ ഒക്കെ ഏകദേശം എൻ്റെ ചെറിയ അറിവിനനുസരിച്ച് ഞാൻ പരിശോധിച്ചപ്പോൾ വലുതായിട്ടൊന്നും കയ്യിലില്ല. ഉള്ളത് സാധാരണ എല്ലാവർക്കും ഓതാൻ പറ്റുന്ന ഒരു കുത്തുബ ഓതൽ, വെള്ളിയാഴ്ചൻ്റെ കുത്തുബ, ഒരു പുസ്തകത്തിൽ നോക്കി വായിക്കലാണ്. അത് പിന്നെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുക, ഇതെല്ലെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പഠനം കൊണ്ട് സാധിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു ജോലി മാത്രമേ അറിയൂ. പിന്നെ മദ്രസയെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് വേറെ ഒരു ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ലല്ലോ സാധാരണയിൽ. അപ്പോൾ അന്നേരക്ക് അയാളെ മദ്രസ ജോലിക്ക് തന്നെ പറഞ്ഞേക്കാം, നിങ്ങളിപ്പോൾ തൽക്കാലം യുക്തിവാദത്തിന് വരണ്ട, യുക്തിവാദത്തിന് വന്നാൽ നിങ്ങൾക്ക് മദ്രസ ജോലിയോ അല്ലെങ്കിൽ പള്ളിയിലെ ജോലിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പിന്നെ മദ്രസ ജോലി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ പോകാം. അപ്പോൾ യാദൃശ്യമായി അപ്പം തന്നെ നമുക്ക് വേറൊരാൾ, ഒരു പള്ളിയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഒഴിഞ്ഞു പോകുന്നുണ്ട്. അയാളത് ആ പള്ളി ഒഴിവാക്കിയിട്ട് വേറെ ജോലിക്ക് പോവുക, വേറെ എന്തോ പോവുകയാണ്. അപ്പോൾ ആ വിവരം ഞാൻ എന്നോട് പറഞ്ഞ്, അത് കോഴിക്കോട് മണ്ണിൽക്കടവ് മുക്കത്തടുത്ത്, കോഴിക്കോട് മുക്കത്തിനടുത്ത് മണ്ണിൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊടുവള്ളി ആ ഏരിയയിൽ എവിടെയാണ് ആ സ്ഥലം, മണ്ണിൽക്കടവ്.
അപ്പോൾ അവിടെയാണ് ജോലി ഉള്ളത്. ആ ജോലി എന്താണെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച കുത്തുബ പറയണം, പള്ളിയിൽ ഇമാമത്ത് നിൽക്കണം, മദ്രസയിൽ വേണമെങ്കിൽ പഠിപ്പിക്കണം. അപ്പോൾ അത് ശമ്പളം കിട്ടും. അതൊക്കെ ചെയ്ത് അവിടെ അങ്ങനെ കൂടുക, വിശ്വാസമൊക്കെ ഉള്ളിൽ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം മറ്റേ ആളുടെ അടുത്തേക്ക് ഇയാളെ ഞാൻ പറഞ്ഞയച്ചു. വെള്ളിയാഴ്ച പറഞ്ഞയച്ചിട്ട് അവിടെ കുത്തുബ ഇയാൾ ഓതി. കുത്തുബ അതായത് വെള്ളിയാഴ്ച ഉച്ചക്കുള്ള പ്രസംഗം അത് നടത്തി. അത് അറബി കുത്തുബ ആണ്. ഒരു പുസ്തകം നോക്കി വായിക്കാനേ ഉള്ളൂ, അത് വായിക്കാൻ ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരം, കുത്തുബൻ്റെ കഴിഞ്ഞുള്ള നിസ്കാരവും നിർവഹിച്ചു. നിസ്കാരമൊക്കെ നിർവഹിച്ചതിന് ശേഷം എന്തുണ്ടായെന്ന് പറഞ്ഞാൽ അയാൾ 1 മണി 2 മണിയാകുമ്പോഴേക്ക് ഇതൊക്കെ കഴിയുമല്ലോ. അപ്പോൾ എന്തായി, ജോലി ഏറ്റെടുത്തോ, എന്താണ് സ്ഥിതി എന്ന് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല അയാളെ ഫോണിൽ. പിന്നെ രാത്രി വീണ്ടും വിളിച്ച് ഒരു 9-10 മണിയായതിന് ശേഷം എവിടെ പോയി എന്തായി എന്നുള്ളത്. അപ്പോഴാണ് ഒരു ടീം ഇദ്ദേഹത്തെ തടവിലിട്ടിരിക്കുകയാണ്. അവിടെ പള്ളിയിൽ നിന്ന് തന്നെ കൈയോടെ പിടിച്ച് ജീപ്പ് കയറ്റി കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. അത് യുക്തിവാദത്തിൻ്റെ കാര്യമല്ല ചോദ്യം ചെയ്യുന്നത്. ഇയാൾ ഇതിനു മുമ്പ് ഈ സ്ഥലത്തിനടുത്തൊരു സ്ഥലത്ത് അവിടെ മദ്രസയിൽ ജോലി ചെയ്തിരുന്നു. അവിടെ ജോലി ചെയ്ത അവസരത്തിൽ അവരുമായിട്ട് തമിഴ്നാട്ടിൽ തേനിയിൽ എന്തോ കൃഷിക്ക് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്ത് കൃഷി തുടങ്ങാമെന്നുള്ള കണ്ടീഷനിൽ കുറച്ച് ആൾക്കാരുമായിട്ട് ഒത്തിട്ട് കൃഷിപ്പണി ആരംഭിച്ചിട്ട് അതിൽ വലിയ നഷ്ടം കുടുങ്ങി. അയ്യൂബ് പറയുന്നത് അത് അവർ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരിനെ പറ്റിച്ചാണെന്നാണ്. ഇവർ പറയുന്നതല്ല, അയ്യൂബ് പറ്റിപ്പോയതാണ് പൈസ മുഴുവനും, അതുകൊണ്ടാണ് അത് പൈസ നഷ്ടം വന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അയ്യൂബ് തന്നാൽ മതിയെന്ന്. അങ്ങനെ ഏതായാലും ഇവരുടെ കസ്റ്റഡിയിൽ രാത്രി നിങ്ങൾ എവിടെ ഉള്ളതെന്ന് സ്ഥലം പറയണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയില്ല. കാരണം പോലീസായിട്ട് ചെന്നാലോ ആളെ തടവിൽ നിന്ന് ഒഴിവാക്കുമല്ലോ. അപ്പോൾ അത് അല്ലെങ്കിൽ പോലീസായിട്ട് സ്ഥലം അവർ ഞാൻ കണ്ടെത്തിക്കളയല്ലോ. അത് വിചാരിച്ചിട്ട് അവർ സ്ഥലം പറഞ്ഞില്ല. ഏതായാലും പിറ്റേന്ന് രാവിലെ ഒരു 10 മണിക്ക് ഒരു ഫോൺ വന്നു. ഇങ്ങനെ ഞങ്ങൾ അയ്യൂബിനെ അയാളുടെ നാട്ടിൽ നിലമ്പൂരിൽ ചെട്ടിയാരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അയാളുടെ നാട്. ചെട്ടിയാരങ്ങാടി തന്നെയുള്ള അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരാൾ, ഒരു പൗരപ്രധാനിയായിട്ടുള്ള ഒരാൾ, അയാളെ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പൈസ തരാനുണ്ട്, അത് അയാൾ ഏറ്റതാണ്, ഈ മൂന്നാമതൊരു കക്ഷി ഏറ്റതാണ്, അതുകൊണ്ട് അയ്യൂബിനെ ഞങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഡോക്ടർ ഗഫൂറുണ്ട്, നമ്മളെ യുക്തിവാദിയിൽ സജീവമായിട്ടുള്ള ആളാണ്, കോഴിക്കോടുള്ള. അദ്ദേഹത്തിനെ വിളിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇയാളിങ്ങനെ വന്നിരുന്നു, അങ്ങനെ പള്ളിയിൽ കുത്തുബ പറയാൻ പോയി. അവിടുന്ന് കുത്തുബ പറഞ്ഞ് തീരുന്നതോടുകൂടി അവർ നിസ്കാരം കഴിഞ്ഞതോടുകൂടി പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി. അവസാനം ഇപ്പോൾ നിലമ്പൂർ കൊണ്ട് ചേൽപ്പിച്ചിട്ടുണ്ട്, അവൾക്ക് അവിടെ നിന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സെയ്തു മാമോനോട് ആനക്കയത്തിനോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ നമ്മൾ നിലമ്പൂർ ഇങ്ങനെ പോകേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ചേരി മൂപ്പര് കാറുമായിട്ട് വന്ന്, അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ നിലമ്പൂരൊക്കെ ഞങ്ങൾ 3 ആളും കൂടിയും പോയപ്പോൾ അയ്യൂബ് ഒറ്റയ്ക്ക് ഒരു ചെറിയ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുകയാണ്, പിന്നെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ നാട്ടിലെ ചില ആളുകളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ കിട്ടാനുണ്ടല്ലേ, അതിന് വന്നതാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ അതിനൊന്നും വന്നതല്ല, ഞങ്ങൾ അയാളെ പരിചയമുണ്ട്, അന്നേരക്ക് വന്നതാണ്, ബാക്കി കാര്യങ്ങളൊന്നും ഞങ്ങളറിയില്ല, കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതൊന്നും ഞങ്ങളറിയില്ല, ഞങ്ങളിങ്ങനെ വ്യക്തിനെ പരിചയമുണ്ട്, ആ നിലക്ക് അയാൾക്ക് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ കണ്ടു, അയാളോട് പറഞ്ഞു, ഇനി പിന്നെ കഴിഞ്ഞതൊക്കെ പോട്ടെ, പൈസ അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കണം, അതിന് പൈസ കിട്ടുന്നതിനനുസരിച്ച് കൊടുക്കുക, തൽക്കാലം നിങ്ങൾ കോഴിക്കോട് പോര്, കോഴിക്കോട് വന്നിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ജോലി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് വന്നിട്ട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിൻ്റെ ഒരു അത്രവാല റഷീദ് ഖാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ കടയുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫ്യൂംസിൻ്റെ കച്ചവടമാണ്, പിന്നെ വേറെ കച്ചവടങ്ങളൊക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കടയിൽ ഒരു ജോലിക്കാരനായിട്ട് ഇയാളെ നിർത്തുമെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു, സാമ്പത്തികമായിട്ട് എന്തോ വല്ല കുഴപ്പവും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയാവില്ല, ജോലിക്ക് ഒരാളെ തരാം, ബാക്കി എല്ലാ കാര്യവും നിങ്ങൾ വ്യക്തിപരമായി നോക്കിക്കൊള്ളണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ അയാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൈസ ഞാൻ തരുന്നുണ്ടാവില്ല, അതുകൊണ്ട് അക്കാര്യം ഞാനിപ്പോൾ തന്നെ
ഒഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പറഞ്ഞ് അതിനേതുമില്ല, ഞാൻ കടയിൽ നിർത്തുന്നവനാ, എനിക്കറിയാം നോക്കാൻ, ഞാൻ നോക്കിയോളൂ, അതിനെപ്പറ്റി നിങ്ങൾ പ്രശ്നം ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിർത്തി, കുറച്ച് കാലം അവിടെ നിന്നു. അപ്പോൾ അവിടെ ഒരു 6 മാസം മറ്റോ നിന്നതിന് ശേഷം ഞാൻ കടയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ്, എനിക്ക് മാഷ ഇവിടെ വലിയ ജോലി ഭാരമാണ്, എനിക്ക് സാധിക്കില്ലത്, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന്. അങ്ങനെ മേപ്പയ്യൂർ അബ്ദുള്ള അദ്ദേഹത്തിനോട് പറഞ്ഞ്, ഞാനിങ്ങനെ ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ പ്രശ്നത്തിലാണ്, കടയിലാണ്. അപ്പോൾ അയാളെ മക്കൾ, മേപ്പയ്യൂരിൻ്റെ മക്കൾ ഇവിടെ മൈസൂരിൻ്റെ അടുത്ത് നഗര എന്ന സ്ഥലത്ത് കൃഷിഭൂമി വാങ്ങിയിട്ട് നടത്തുന്നുണ്ട്. വാഴക്കൃഷിയും മറ്റു പല കൃഷികളും നടത്തുന്നുണ്ട്. ആ കൃഷി സ്ഥലത്ത് മേൽനോട്ടത്തിന് പോയാൽ മതി, ഇയാൾക്കാണെങ്കിൽ ഇയാൾക്ക് കൃഷിയൊക്കെ അറിയാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാലം അവിടെ പോയി നിന്ന് കുറച്ച് കാലം നിന്നതിന് ശേഷം അവിടെയും ഒക്കെ എന്തുകൊണ്ടോ അവർക്ക് പറ്റിയില്ല. അവർ ചില പരാതികളൊക്കെ പറഞ്ഞു, പക്ഷേ അതൊന്നും നമ്മൾ തെളിവുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും അവിടെയും നല്ല അഭിപ്രായത്തോടു കൂടി അല്ല അദ്ദേഹം പോകുന്നത്. അങ്ങനെ അവിടുന്ന് വന്ന് പിന്നെ വന്ന് നോക്കുമ്പോൾ നാട്ടിൽ കാപ്പാട് കല്ലിൻ്റെ പണി, കൽപ്പണിക്കാരുടെ കൂടെ കിട്ടാൻ എളുപ്പമുള്ള പണി അതാണ്. കൽപ്പണിക്കാരുടെ കൂടെ പോവുക, അവർക്ക് കല്ല് മണ്ണും ചുമന്ന് കൊടുക്കുക, എന്നിട്ട് അന്നു തന്നെ നല്ലൊരു പൈസയും കിട്ടുമല്ലോ. അപ്പോൾ ആരോഗ്യമുള്ള ശരീരമല്ലേ. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവിടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങും, ഭക്ഷണമൊക്കെ ഹോട്ടലിൽ നിന്ന് ഇവിടുന്നൊക്കെ കഴിക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് അപ്പം പിന്നെ ആ ജോലിയും മൂപ്പർക്ക് മടുത്തു എന്ന് പറഞ്ഞാൽ അത് മടുക്കുന്ന ജോലിയാണ്, ഭാരമുള്ള ജോലിയാണ്. അതിൻ്റെ മേസ്ത്രി പറഞ്ഞ് പണിയൊന്നും പഠിക്കണം എന്നുള്ള ശ്രദ്ധ ഇല്ല, അതുകൊണ്ട് പിന്നെ എല്ലാ കാലത്തും കല്ല് ചുമക്കുന്ന പണി തന്നെ ആയിപ്പോവും, അല്ലെങ്കിൽ പടവും മറ്റൊക്കെ സാധിക്കുമല്ലോ, പടവിനൊക്കെ പഠിക്കുമല്ലോ, അതൊന്നും അയാൾ പഠിക്കുന്നില്ല, ഇത് താല്പര്യമുള്ള അല്ല എന്ന് പറഞ്ഞ്. ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ പല രോഗികളെ നോക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോവുക. ഡോക്ടർ ഗഫൂറിൻ്റെ മകനെ സുഖമില്ലാണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നിരുന്നു കോഴിക്കോട്. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അയ്യൂബായിരുന്നു. അതിനൊക്കെ ദിവസക്കൂലി നിശ്ചയിച്ചിട്ടാണ്, ഇത്ര പൈസ കൊടുക്കണം. ഞാൻ പറയും അവരോട്, അല്ല ഇത്ര പൈസ കൊടുക്കണം, എന്നാൽ നിർത്തിത്തരാം, നിങ്ങൾക്ക് ആളല്ലേ വേണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കുറേ ദിവസം നിന്നു. അങ്ങനെ പിന്നെ വേറെയും ചില സ്ഥലത്ത് വെല്ലൂർ ആശുപത്രിയിൽ ഒരു സിംഗപ്പൂർക്കാരനൊരാളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, അത് മേപ്പയ്യൂരിൻ്റെ ഒരു ബന്ധുണ്ട് ഫിറോസ് എന്ന് പറഞ്ഞിട്ട്, ഫിറോസ് പേരാമ്പ്രമുള്ള ആളാണ്. ഫിറോസിൻ്റെ മുഖേന അങ്ങനെ ഒരു ഇവിടെ ബർമേന്നോ സിംഗപ്പൂരിൽ നിന്ന് മറ്റേ വന്ന ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവിടെ പോയി നിന്നു. അങ്ങനെ പല സ്ഥലത്തും പലരെയും സഹായിക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ പൈസക്കാണ്. എല്ലാം അപ്പോൾ രോഗികളെ നോക്കാൻ പോവും, കൽപ്പണിക്ക് പോവും, കൃഷിപ്പണിക്ക് പോവും, കടയിൽ നിൽക്കാനും സാധിക്കും, കുത്തുപോ അറിയാൻ കഴിയും. എല്ലാം ഒരു സകലകലാ വല്ലഭനാണ്. ഇതെല്ലാത്തിനും അയാൾക്ക് സാധിക്കുന്ന ഒരാളാണ് അയാൾ എന്നുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ ഈ കൈരളി ചാനലിലൊരു പർദ്ദനെപ്പറ്റി, ഹിജാബിനെ പറ്റി ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ എന്നോട് നമ്മളെ സിദ്ദീഖ് തൊടുപുഴ എന്നറിയപ്പെടുന്ന സിദ്ദീഖ് PA, കോഴിക്കോടാണ് ഇപ്പോൾ താമസം, തൊടുപുഴ സ്വദേശിയാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെ ഒരാൾ വേണ്ടിയിരുന്നു നമുക്ക് ചാനലിൽ പറഞ്ഞേക്കാൻ, മാഷക്ക് പറ്റുമോ എന്ന് പറഞ്ഞ് അവൻ്റെ വേറെ പറ്റിയ ആളെ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പറഞ്ഞയച്ച്. അങ്ങനെ ആ പരിപാടിയിൽ വന്നതോടുകൂടി, ചാനലിൽ വന്നതോടുകൂടി പ്രസിദ്ധനായി. പിന്നെ ഓരോരുത്തർ പ്രസംഗിക്കാനൊക്കെ വിളിക്കും. എന്നെ വിളിക്കുന്നിടത്ത് എനിക്ക് ആരോഗ്യമില്ല, പ്രായമായി പ്രശ്നമാണ്, പിന്നെ ഇങ്ങനെ ഒരാളുണ്ട്, അയാൾ നന്നായി സംസാരിക്കും, അയാളെ വിളിച്ചോളെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞേക്കാൻ തുടങ്ങി. അങ്ങനെ പല സ്ഥലത്തും പോയി പ്രസംഗങ്ങളൊക്കെ ആയി. പിന്നെ അങ്ങനെ സംവാദങ്ങൾക്കൊക്കെ തയ്യാറായി, സംവാദങ്ങൾ നടത്താൻ തയ്യാറായി അയാൾ. സംവാദത്തിന് എതിർകക്ഷിയെ നേരിടാനുള്ള ചങ്കൂറ്റം അയാൾക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു സംവാദം തീരുമാനിച്ച്, അതിൽ മറ്റേ വേള മുഹമ്മദായിട്ടാണ് ആദ്യത്തെ സംവാദം ഉണ്ടായത്. വേള മുഹമ്മദിനോടുള്ള സംവാദത്തിൽ ഇയാൾ 100% ജയിച്ചു. വേള മുഹമ്മദിന് ഉത്തരം പറയാൻ കഴിയാതെ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി താഴെയുള്ള സുഹൃത്തിനോട് പോയി അതിൻ്റെ ആൻസർ ചോദിച്ചു. ആ സുഹൃത്തിനെ സ്റ്റേജിൽ കയറ്റാൻ നോക്കി.
അത് അത് നമ്മളെ ഭാഗത്തുള്ള ആൾക്കാർ പറഞ്ഞ് അത് ശരിയാവില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ കയറാനുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആൾ തന്നെ പറയണം എന്ന് പറഞ്ഞു. ഏതായാലും അങ്ങനെയൊക്കെ ജയിച്ച് നിൽക്കുക. അത് വിജയകരമായി നടന്നു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ഷമീം മുഹമ്മദ് ഷമീം എന്ന് പറഞ്ഞ ഒരാൾ, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആൾക്കാരാണ് രണ്ടാളും. ഈ ഷമീം ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു പള്ളിയിലെ ഖത്തീബും വരെ അങ്ങനെയൊക്കെ ആളാണ്. പിന്നെ വേളം അതിൻ്റെ ഔദ്യോഗിക ആളാണ്. ഏതായാലും ഷമീമുമായിട്ടുള്ള സംവാദത്തിന് ഒരു സംഭവം ഉണ്ടായി. ഷമീമിൻ്റെ സംവാദം നടക്കുന്ന അവസരത്തിൽ തന്നെ ഈ മുമ്പ് ഇയാളെ പിടിച്ചു കൊണ്ടുപോയ പാർട്ടി ഉണ്ടല്ലോ, അവരോട് പറഞ്ഞ സമയത്ത് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പിന്നെ അവരെ കാണുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ വെറുപ്പിന് അവർ കുറേ ആൾക്കാർ വന്ന് സദസ്സിലിരുന്നാഞ്ഞ്. അത് മറ്റുള്ള സംഘാടകരാരും അറിയില്ല അങ്ങനെ ഒരു കൂട്ടർ വന്നിരിക്കുന്നുണ്ടെന്നുള്ളത്. സ്റ്റേജിലിരിക്കുന്ന അയ്യൂബിനറിയാം ഇങ്ങനെ അവർ ഇയാളെ ചോദ്യം ചെയ്യാനും വളച്ചിടാനും വേണ്ടി വന്നതാണ്. അങ്ങനെ അത് പരിപാടി കഴിയുന്നവരെ അവർ ക്ഷമിച്ച് പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇവർ അയ്യൂബിനെ വിളിച്ച് അയ്യൂബിനെ തടുത്ത് വെച്ചപ്പോൾ മറ്റേ നാസർ പുല്ലാളൂർ നാസറുണ്ട്, അതുപോലെ മഹറൂഫ് കേളോത്തുണ്ട്, പിന്നെ വേറെ ചില ആളുകളൊക്കെ ഉണ്ട് കോഴിക്കോട്ടുള്ളവർ. പാറക്കൽ മുഹമ്മദ്, കാര്യമായിട്ട് പാറക്കൽ മുഹമ്മദ് ഉണ്ട്. ഇവരെല്ലാം കൂടി അയ്യൂബിൻ്റെ കാര്യത്തിൽ മുൻകൈയെടുത്ത് നിങ്ങളിങ്ങനെ വളച്ചിട്ട് പൈസ പിരിപ്പിക്കാൻ നോക്കിയാൽ ശരിയാവില്ല, നിയമം മുഖേന നോക്കണം, നിങ്ങൾ പോലീസ് പോയിക്കോളി, ഞങ്ങൾ അതുപോലെ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ സിവിൽ കേസ് കൊണ്ട് നോക്കുകയാണെങ്കിൽ അത് ചെയ്യുക, എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തൽക്കാലം അവിടുന്ന് കഴിച്ചിലാക്കി. കുറേ പേര് അത് വളച്ചിട്ട് ഇതുപോലെ കൊടുക്കാനുള്ളവരുടെ കേസാണ്. കൊടുക്കാനുള്ളവരുടെ കേസ് എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞിട്ട് അതിനനുസരിച്ച് പിന്നെ നീങ്ങിയിട്ടില്ല. പിന്നെ ഇതിന് സാധിക്കില്ലെങ്കിൽ അക്കാര്യം വീണ്ടും പറയണ്ടേ, അതൊന്നും ചെയ്തിട്ടില്ല, അതാണ് അവരുടെ പരാതി. അങ്ങനെ ഒരു ഇതുണ്ടായി. പിന്നെ ഇങ്ങനെ ഇതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ 8 മക്കളാണ് അദ്ദേഹത്തിന്. 2 ഭാര്യമാരും 8 മക്കളും ഉണ്ട്. ചെറുപ്പക്കാരനാണ്. അപ്പോൾ തന്നെ ചെറുപ്പകാലത്ത് തന്നെ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. 8 കുട്ടികളുമാണ് അതിലുള്ളത്. അപ്പോൾ ആ 8 കുട്ടികളെ പോറ്റാൻ ഈ കിട്ടുന്ന ചെറിയ പൈസ ഒന്നും മതിയാവില്ല. വല്ല രോഗികളെ നോക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ വല്ലവരുടെയും കൂട്ടിന് പോയിട്ടോ ഒക്കെ കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് 8 മക്കളെ നോക്കാൻ കഴിയില്ല. അങ്ങനെ കുറേ പൈസ പലരും തിരിച്ച് ബാനശ്രീയും മറ്റ് ജബ്ബാർ മാഷും അങ്ങനെ കുറേ ആളുകളെല്ലാം മുൻകൈ എടുത്തിട്ട്, പാറക്കൽ മുഹമ്മദും ഒരു 3 മുൻകൈ എടുത്തിട്ട് കുറേ പൈസ പിരിച്ചുണ്ടാക്കി. അങ്ങനെ വീട്ടിൽ ഇലക്ട്രിഫിക്കേഷൻ നടത്തിക്കൊടുത്ത് അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ രവീന്ദ്രൻ സാറിൻ്റെ മുഖേന വലിയൊരു കളക്ഷൻ കിട്ടി. 10 ലക്ഷം റുപ്യ അത് കൊടുത്തു. അത് വാങ്ങിയിട്ട് അതിന് മുമ്പർക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഏർപ്പാടാക്കി. ഇയാളാണ് നമ്മുടെ മാവൂർ നാസറാണ് സ്ഥലം പൈസ കൊണ്ടു കൊടുത്ത ആൾ. എന്നിട്ട് പൈസ കൊണ്ടു കൊടുത്ത ആളോട് ആളും കൊണ്ട് പോകുന്നതിന് ശേഷം ഈ വാങ്ങിയ വിറ്റ ആളോട് സാധനം വിറ്റ ആൾക്ക് തിരിച്ചു കൊടുത്ത് ഭൂമി വിറ്റ ആൾക്ക് ഭൂമി തിരിച്ചു കൊടുത്തിട്ട് പൈസ അയ്യൂബ് വാങ്ങി. ആ പൈസ പിന്നെ എന്ത് ചെയ്തെന്ന് അറിഞ്ഞില്ല. കുട്ടികളെ കല്യാണം കഴിച്ചോ അല്ല വേറെ ഏതോ വഴിക്കൊക്കെ പോയോ അല്ല എന്തോ കടം വീടിയോ എന്താണെന്നൊന്നും അറിയില്ല. അതൊരു 10 ലക്ഷം ഉറുപ്പിക ഉണ്ട് എന്നാണ് ഞാൻ അറിവ്. ഏതായാലും അങ്ങനെ പല ഭാഗത്തു നിന്നും പലരോടും പല രീതിയിലുമായിട്ട് സംഭാവനയായിട്ടും സഹായമായിട്ടും ഒക്കെ പൈസ കണക്കില്ലാതെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വാങ്ങി പിന്നെ ഇപ്പുറത്ത് കിട്ടാനൊന്നുമില്ലാത്ത അവസ്ഥയായി. ഇനി ഈ ഭാഗത്തു നിന്നൊന്നും കിട്ടാനില്ല. അല്ലെങ്കിൽ നമ്മളെ ആളുകൾ കുറച്ചല്ലേ ഉള്ളൂ, അധികം ആളുകളുടെ അടുത്ത് നല്ല അധികം കിട്ടാൻ സാധ്യത. അപ്പോൾ അതിന് നോക്കി അതിന് ഇതിനിടയ്ക്ക് ഇവരായിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി. കോഴിക്കോട്ടുള്ള ചില ഏജൻറ്റുമാരുണ്ട്, യുക്തിവാദത്തിൽ നിന്ന് ആളെ എങ്ങനെയുണ്ട് മാറ്റാനെന്നുള്ള നിലക്ക് തന്ത്രം ഉപയോഗിക്കുന്നവരും ഭീഷണിപ്പെടുത്തുന്നവരും പല രീതിയിൽ ഓരോരുത്തരെ ഏത് നിലക്ക് മാറ്റാൻ കഴിയുമെന്ന് വെച്ചാൽ അതുപോലൊക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരും പിന്നെ ഈ മറ്റേ ജമാഅത്തെ ഇസ്ലാമിൻ്റെയും മറ്റു അനുഭാവികളായിട്ടുള്ള കുറച്ച് സംവാദക്കാരും വന്ന് അവർ തമ്മിൽ ഒത്തുകൊണ്ടൊരു സംവാദം നടത്തി. മലപ്പുറത്ത് ജബ്ബാർ മാഷ് ഒരു നല്ല മീറ്റിംഗ് നടക്കുന്നു, അവിടെ ആളുണ്ടാവാതിരിക്കാൻ വേണ്ടി കോഴിക്കോട്ടൊരു സംവാദം വെച്ച്
അപ്പോൾ അവിടുത്തെ പിറ്റേ ദിവസം അവിടെ 2 ദിവസമാണ് നടക്കുന്നതെങ്കിൽ 2ാമത്തെ ദിവസം ഇവിടെ ഒരു സമ്മേളനം വെച്ചു, ഇവിടെ ഒരു സംവാദം വെച്ചു. സംവാദത്തിന് ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു സംവാദത്തിൻ്റെ ചൂരും വിഷുറൊന്നും അതിനില്ല. അതിങ്ങനെ ഒരു ഒത്തു കളിക്കുന്ന മാതിരി 2 കൂട്ടരും കൂടി എതിർ കക്ഷിയും അയ്യൂബും കൂടി ഒത്തു കളിക്കുന്ന മാതിരിയാണ് അന്ന് തോന്നിയത്. അങ്ങനെ ഒരു 50 ആളൊക്കെ ഉണ്ടാവുള്ളൂ ആകെ. ഒരു സംവാദം എന്നൊക്കെ പറയുമ്പോൾ എത്ര ചെറുതാണെങ്കിലും ഒരു 500 ആളൊന്നും കോഴിക്കോട് കൂടാനൊരു പ്രയാസമില്ലല്ലോ. ഇതെന്തോ ആൾ വരാതിരിക്കാൻ വേണ്ടി ഇവർ തന്നെ എന്തോ ചെയ്ത മാതിരി ആളൊന്നും വന്നിട്ടുമില്ല. എന്നിട്ട് ഈ സംവാദകന്മാർ രണ്ടുകളും തമ്മിൽ സൗഹാർദ്ദത്തിൽ ഇങ്ങനെ സംസാരിച്ച് പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പം കേട്ട് പിന്നെ അയ്യൂബിനെ ഇവർ ചാക്കിട്ട് അയ്യൂബിനെ ഇവർ മതം മാറ്റി ഒരു ഇസ്ലാമത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ എൻ്റെ അറിവിലുള്ളത് അയാൾ ഇവിടെ പൂനൂർ, കോഴിക്കോട് ജില്ലയിൽ പൂനൂർ, താമരശ്ശേരി അടുത്ത് പൂനൂർ ഒരു മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യുകയാണ്. അവിടുന്ന് അധ്യാപകൻ എന്നുള്ളവർക്കുള്ള ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ യുക്തിവാദം ഒഴിവാക്കി പോയതിൻ്റെ പേരിൽ മറ്റു പല ആനുകൂല്യങ്ങളും ധാരാഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ്. അയാൾ മനസ്സിൽ ഒരിക്കലും അയാൾ ഒരു യുക്തിവാദം വിടുന്ന രീതിയിലല്ല. അത്രയും അയാൾ അതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. വളരെയധികം ദൈവത്തിൻ്റെ അസ്തിത്വം അംഗീകരിക്കാനോ പ്രവാചകൻ്റെ പ്രവാചകത്വം അംഗീകരിക്കാനൊന്നും അയാൾക്കുള്ള മനസ്സിന് ഒരിക്കലും സാധിക്കുന്നതല്ല എന്നുള്ളതാണ് എൻ്റെ ബലമായ വിശ്വാസം. അത് അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അത്ഭുതം മാത്രമാണ്. അത് സാധിക്കാവുന്ന ഒരു പഴുതുമില്ല. അങ്ങനെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രം അറിവുള്ളവരൊന്നും ഇന്ന് അയാളെ കൂട്ടത്തിലിട്ടില്ല താനും. അപ്പോൾ ഇതാണ് അയ്യൂബിൻ്റെ കഥ. ഇനി വേറെ അതെ, ഇപ്പം അയ്യൂബ് യുക്തിവാദിയായി തുടരുന്നു എന്നാണ് മാഷിൻ്റെ ഒരു അഭിപ്രായം. യുക്തിവാദിയായി തുടരുന്നു, ഇപ്പോഴും യുക്തിവാദി തന്നെയാണ്. അയാൾക്ക് യുക്തിവാദം വിട്ട് പോരാൻ സാധിക്കില്ല. ആ രീതിയിൽ അയാൾ യുക്തിവാദം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തുള്ള ആളുകളാണെങ്കിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അറിവുള്ള ആളുകളൊന്നും ആ കൂട്ടത്തിലില്ല. ആ നിലയ്ക്ക് അയാൾ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഒത്താശയ്ക്ക് വേണ്ടി, അതായത് ജീവിക്കാൻ ഇപ്പോൾ 8 മക്കളെയും, പിന്നെ ആ കുട്ടികളെ കല്യാണമാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്, വലിയ ചിലവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാര്യയ്ക്ക് സുഖമില്ലാണ്ടായി. പിന്നെ വീടാണെങ്കിൽ സ്വന്തം വീടായിട്ടില്ല ഇതുവരെ. ഇപ്പോൾ അടുത്തെങ്ങാണ്ടായോ എന്ന് ഞാൻ അറിയില്ല. ഒരു കൊല്ലം വരെ വീടൊന്നും ആയിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന അവസരത്തിൽ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അങ്ങനെ ഒപ്പിച്ച് പോകാനല്ലാതെ ആശയതലത്തിൽ മതത്തോട് രാജിയാവാനൊക്കെ സാധിക്കില്ല. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു മനോഭാവമുള്ള നമ്മളെ യുക്തിവാദികൾക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഒരു സങ്കല്പ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടെ സാമ്പത്തികമായി അയാളെ സഹായിക്കുമെങ്കിൽ അയാളെ കൊണ്ട് തിരിച്ചു പോരുമോ? അത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും സകല കലാവല്ലഭനായിട്ടാണ് അയാളുള്ളത്. എല്ലാ പണിയും അറിയാം അയാൾക്ക്. അങ്ങോട്ട് പോയ ആൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. അതിപ്പോൾ എപ്പോഴാണ് വരിക, എവിടുന്നാണ് സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റൂല. ഇപ്പോൾ സാമ്പത്തികമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായി ഉള്ളത് അല്ലേ? അതാണ്, സാമ്പത്തിക പ്രശ്നത്തിലാണ് അയാൾ പോയത്. അത് പോകാനുള്ള കാരണം അതാണ്. സാമ്പത്തികം തന്നെ ഉപജീവന മാർഗം തന്നെ. 8 കുട്ടികൾ, 2 ഭാര്യമാരും 10 പേരുടെ ചിലവ് ഒരു ദിവസം നടത്തണമെങ്കിൽ അതിനെത്ര പൈസ വേണം? കുട്ടികളുടെ വിദ്യാഭ്യാസം. ഈ 2 വിവാഹം കഴിക്കാൻ കാരണം മതപരമായ ഒരു അതാണ്. അത് ഒരു മുസ്ലിയാരുണ്ടായിരുന്നു, സുഹൈർ ചുങ്കത്തറ എന്ന് പറയും. അയാൾക്ക് പണി 2ാം കല്യാണം പുണ്യാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കലാണ്. ശരി. മുജാഹിദിൻ്റെ ആളാണ്, മുജാഹിദിൻ്റെ പഴയ നേതാവാണ് അയാൾ. എല്ലാവരെയും എല്ലാ കല്യാണത്തിനും ഇവിടുന്ന് പോയാലൊക്കെ അവിടുന്ന് പറയുന്നതെന്താണെന്നാൽ ഈ വരനെ ഒരു കല്യാണം കൂടിയും കഴിക്കണം, എന്നാൽ ഒരു കല്യാണത്തിൽ ഒതുങ്ങരുത്, ഒരു സ്ത്രീ കൂടി രക്ഷപ്പെടുമല്ലോ. അങ്ങനെ പറയുന്നതാണ്. അങ്ങനെ കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായി. ഇയാൾ തന്നെ ഈ വെള്ളിയാഴ്ച കുത്തുബക്ക് പറയുന്നത് മാതിരി ഇതിനൊരു കുത്തുബ പറയലുണ്ട്. നിക്കാഹിനൊരു കുത്തുബ പറയലുണ്ട്. നിക്കാഹിൻ്റെ മുമ്പ് ഒരു പ്രസംഗം ഉണ്ടാവും. ആ പ്രസംഗത്തിന് ഇയാൾ പറഞ്ഞ പോലെ, നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചല്ലോ, ഇനി നിങ്ങളൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചിട്ട് അവളെ കൂടി രക്ഷിക്കണം. അപ്പോൾ ഇയാളെ ഭാര്യ അകത്തുനിന്ന്
ഈ വിവരം അറിഞ്ഞിട്ട് ചൂലെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത് വീട്ടിൻ്റെ അകത്തുനിന്ന്. കല്യാണ ദിവസം തന്നെ നിക്കാഹ് ഇവിടെ പുറത്ത് നടക്കുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പ്രസംഗത്തിൻ്റെ അതിരുവിട്ട് ഇയാൾ പറഞ്ഞതാ. ഇയാൾ അതിരുവിട്ടല്ല, അയാൾ എല്ലായിടത്തും പറയും, എല്ലായിടത്തും കേൾക്കൂ. ഇവിടെ ഇയാളെ ഭാര്യ ഉണ്ടല്ലോ, ഈ പറഞ്ഞ കുട്ടീൻ്റെ ഉമ്മ, ഉമ്മ പുറത്തേക്ക് ആടി ചൂലെടുത്തിട്ട്. അത് കോഴിക്കോട് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടായത്. അതിന് ശേഷം പിന്നെ അയാളെ അവർ വിളിക്കേണ്ട, ഇതിന് ഈ നിക്കാഹ് പ്രസംഗത്തിന് ഞങ്ങൾ വേണ്ട, നിക്കാഹ് പ്രസംഗത്തിന് വേണ്ട, അതിന് അയാൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാളെ ഒഴിവാക്കിയതാണ് അവർ. പിന്നെ അവർ തമ്മിൽ പല ഗ്രൂപ്പിസും മുജാഹിദിൻ്റെ ഗ്രൂപ്പൊക്കെ അറിയാലോ. ബാലുശ്ശേരി ഉസ്താദ് എൻ്റെ ഭാര്യ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന ഒരു കരച്ചിലൊക്കെ യൂട്യൂബിൽ. അല്ല, വീണ്ടും വിവാഹം കഴിഞ്ഞോ എന്നൊരു സംശയം എനിക്കുണ്ട്. ബാലുശ്ശേരി, മുജാഹിദ് ബാലുശ്ശേരി, ഞാൻ അറിഞ്ഞിട്ടില്ല. ബാലുശ്ശേരി സംശയമാണ്. ഒരു ഇബ്രാഹിംഖാന്റെ കാര്യം. അതെ 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 അയാൾ പള്ളിയിലുണ്ടായിട്ട് ഒരു ഇബ്രാഹിം കാക്ക, അയാൾക്ക് മകളെ കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത കാര്യം പറഞ്ഞിട്ട് അയാൾ എപ്പോഴും ഇങ്ങനെ കഴിയും പോലെ അത് വിചാരിക്കുമ്പോൾ ബാലുശ്ശേരിക്ക് കെട്ടാൻ ആഗ്രഹമാകുക. അപ്പോൾ ബാലുശ്ശേരിൻ്റെ ഭാര്യ സമ്മതിക്കാത്തതുകൊണ്ട് അത് നിവൃത്തിയില്ല, എന്താ ചെയ്യാന്നിങ്ങനെ പലപ്പോഴും അയാളെ പ്രസംഗത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ. പിന്നെ അതിപ്പോൾ സംഭവിച്ചോ എന്താണെന്ന് അറിഞ്ഞില്ല. അതിലിടയ്ക്ക് സുഖമില്ലാന്നും സുഖമില്ലതായി. അയാൾ എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നിരുന്നു. എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നിരുന്നു മുജാഹിദ് ബാലുശ്ശേരി. അത് തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്നു. എന്തോ ഒരു ആവശ്യത്തിന് വന്നപ്പോഴത്തേക്കും എന്നെ അത് വലിയ സ്നേഹപ്രകടനമായിരുന്നു. എന്നോട് വലിയ കാര്യമാണ് അദ്ദേഹം. എനിക്കിപ്പം അദ്ദേഹത്തിന് വലിയ സ്നേഹമുണ്ട്. കാര്യം ചില വ്യക്തിപരമായ ഒരു അടുപ്പം കാണിച്ചല്ലോ അദ്ദേഹം. ഞാൻ അസുഖമായപ്പോൾ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല അയാൾ. സംസാരിക്കാൻ പറ്റാത്തൊരു അസുഖമാണ് തോന്നുന്നു. എന്നിട്ട് പിന്നെ അത് ഭേദമായി എന്ന് കേട്ട്. ഭേദമായി അയാൾ ഏതോ ഒരു പൊതുപരിപാടിയിൽ വരുന്നുണ്ട്, ഇന്ന ദിവസം വരുന്നുണ്ടെന്ന് എന്നോട് വേറൊരാൾ പറഞ്ഞു. ഞാൻ വേറൊരാളോട് ഈ പറഞ്ഞ അയ്യൂബിന് ജോലി കൊടുത്തു എന്ന് പറഞ്ഞ ആളില്ലേ, അയ്യൂബിനെ പള്ളിയിൽ കത്തീവാക്കി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് അയാളോട് ഞാൻ അടുത്ത ദിവസം ചോദിച്ചപ്പം പറഞ്ഞ് ബാലുശ്ശേരിക്ക് സുഖമുണ്ട്, അയാൾ ഏതോ ഒരു പൊതുപരിപാടിയിൽ ഇന്ന ദിവസം വരുന്നുണ്ടല്ലോ, അങ്ങനത്തെ രോഗമൊന്നുമില്ല എന്ന് പറഞ്ഞ്. പിന്നെ മാഷെ അയ്യൂബിൻ്റെ ഒരു വാദം, മാഷിന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചാൽ മതി, ക്ഷീണം തോന്നുന്നെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് നിർത്താം. ക്ഷീണം തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെ ഈ അറബി അറിഞ്ഞാൽ മാത്രമേ ഖുർആൻ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ എന്നൊരു വാദം അയ്യൂബ് ഉയർത്തിയിട്ടുണ്ട്. അതിന് ജബ്ബാർ മാഷിൻ്റെ മറുപടി, ഞാനിപ്പം തഫ്സീറുകളും തർജുമകളും വായിച്ചിട്ട് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന അഭിപ്രായത്തെ ഞാൻ സ്വരൂപിച്ച് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അതിലൊരു തെറ്റ് കാണാൻ പറ്റില്ല. മാഷിൻ്റെ അഭിപ്രായം എന്താണ്? അറബി അറിഞ്ഞാൽ മാത്രമേ? അറബി അറിയേണ്ട യാതൊരു കാര്യവും അതിനില്ല. നമുക്ക് ഒരു വിഷയത്തിൽ ക്ലാസ് എടുക്കണമെങ്കിൽ ആ വിഷയം അറിയാമെന്നല്ലാണ്ട് അതിന് ഭാഷ അറിയേണ്ട കാര്യം എന്താ? ആ വിഷയം നമ്മൾ ഏതെങ്കിലും ഭാഷയിൽ നമ്മളെ സ്വന്തം മനനം കൊണ്ടോ പഠിച്ചാൽ പറ്റേ, അല്ലാണ്ട് അറബി അറിയേണ്ട കാര്യം എന്താണ്? ഇവിടെ നൂറുകണക്കിന് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ടല്ലോ മലയാളത്തിൽ. അതൊക്കെ അത് നോക്കിയിട്ടല്ലേ ഇവർ സാധാരണ കൈകാര്യം ചെയ്യുന്നത് എല്ലാവരും. ഈ അറബി അറിയുന്നു എന്ന് പറയുന്നവർ തന്നെയും ഒരു വാക്കിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ മലയാളം നോക്കിയിട്ട് അവർക്ക് പറയാൻ പറ്റുള്ളൂ. മലയാള പരിഭാഷ നോക്കിയിട്ട് അർത്ഥം പറയുള്ളൂ. കാരണം വല്ല തെറ്റും പറ്റിപ്പോയാലോ, അപ്പം പൊതുവിൽ പറയേണ്ടി വരിക എഴുതേണ്ടി വരികയൊക്കെ ചെയ്താൽ അതൊക്കെ എപ്പോഴും ഈ അറബി അറിയുന്നവർ തന്നെ പരിഭാഷ നോക്കിയിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് മലയാള പരിഭാഷ മാത്രം വായിച്ചാലും ഇംഗ്ലീഷ് വായിച്ചാലും എന്ത് വായിച്ചാലും വിഷയം അറിയുന്നോ ഇല്ല എന്നുള്ളതാണ് പ്രധാനം. ഈ മൂല്യകൃതിയിൽ നിന്ന് പരിഭാഷയിലേക്ക് വരുമ്പോൾ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? മൂലകൃതിയിലേക്ക് തന്നെ പല വ്യത്യാസം ഉണ്ടല്ലോ. പരിഭാഷയിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരും. പരിഭാഷയിലൊക്കെ ആയതുകൊണ്ടല്ല വ്യത്യാസം വരുന്നത്, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്. അറബിയിൽ തന്നെ വ്യത്യാസമുണ്ട്. അറബിയിൽ തന്നെ ഖുർആനിലുള്ള ഒരുപാട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ തന്നെ പലരും പല അർത്ഥം പറഞ്ഞുകൊണ്ടാണല്ലോ പല ഗ്രന്ഥങ്ങൾ വന്നത്, അല്ലെങ്കിൽ ഒരൊറ്റ ഗ്രന്ഥം പോരെ. അപ്പം ഖുർആനിലുള്ള മൂലവാക്കിന് തന്നെ പല അർത്ഥമുണ്ട്. ആ അർത്ഥം ഖുർആനിൽ മാത്രമല്ല എല്ലാ ഭാഷക്കും ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ഒരു വ്യാഖ്യാതാവ് അതിങ്ങനെ വളച്ച് തിരിച്ച് പറയണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഉണ്ടെങ്കിൽ അത് പറയാൻ സാധിക്കും. അത് അറബിയിലും പറയും, മലയാളത്തിലും പറയും. മലയാളത്തിൽ ഖുർആൻ പരിഭാഷ തന്നെ ഇവിടെ പലരും എഴുതിയത് പലതാണ്. അമാനി മൗലവി എഴുതിയതല്ല മറ്റുള്ളവർ എഴുതിയത്, CN അഹമ്മദ് മൗലവി എഴുതിയതല്ല മറ്റുള്ളവർ എഴുതിയത്. അതുപോലെ വേറെ ഉമർ മൗലവിന്റെ പരിഭാഷ വേറെ ഉണ്ട്. ജമാഅത്തിന്റെയും മുജാഹിദിന്റെയും പ്രത്യേകം. പിന്നെ ഇത് സുന്നിന്റെ ആദ്യത്തെ പരിഭാഷയാണ്. ഈ സുന്നി ആദ്യം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിന് പകരം
അവർ അറബി വ്യാഖ്യാനത്തിൻ്റെ നേർപരിഭാഷ കൊടുത്തതാണ്. ശരി. ഇത് ഒറ്റ വാള്യത്തിൽ തീർത്തതാണ്. ഇത് 60-ന് മുമ്പ് ഇറങ്ങിയതാണ്. ഇത് രണ്ടാം പതിപ്പാണ്. ഇതിൻ്റെ ഒറിജിനൽ ഇറങ്ങിയത് 60-ന് മുമ്പാണ്. അന്നൊക്കെ ഈ പരിഭാഷയും പിന്നെ പിൽക്കാലത്ത് വന്ന പരിഭാഷയായിട്ട് വളരെ വ്യത്യാസമായല്ലോ. ഈ ഖുർആൻ നബി സയ്യിദ് ബിൻ സാബിത്തിന് പറഞ്ഞു കൊടുത്തത് ഖുറൈശി ഡയലക്റ്റിക്കിൽ, ഖുറൈശി സംസാര ഭാഷയിലായിരുന്നു എന്നും അറബി തന്നെ പല രീതിയിലുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ അപ്പം അറബി പഠിച്ചാൽ പോരാ. ഖുർആൻ 7 തരത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാ. അതെ, ഖുർആൻ 7 തരത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 7 തരത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു വാക്കിന് തന്നെ സമാനമായ 7 പദങ്ങൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിനൊന്നും വലിയ ദൃഢതയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് പറയുന്ന 7 ഉണ്ട്, ഒരു ഭാഗത്ത് പറയുന്ന 1 മാത്രമേ ഉള്ളൂ എന്ന്. ഇപ്പോൾ തന്നെ ഖുർആൻ്റെ ഒരുപാട് പതിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പല സ്ഥലത്തും പലതും. മൊറോക്കോയിലുള്ളതല്ല, സൗദി അറേബ്യയിലുള്ളത്, അതുപോലെ പല അറബ് രാഷ്ട്രങ്ങളിലുള്ളതും ഖുർആൻ പതിപ്പുകൾക്ക് വ്യത്യാസമുണ്ട്. ഒന്നല്ല ഉള്ളത്. ഏതായാലും അറബി പറയാന്ന് പറഞ്ഞിട്ട് അയ്യൂബ് തന്നെ ഈ സംവാദത്തിൽ അയ്യൂബ് അറബി പറഞ്ഞ തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. അതാണ് ഞാൻ വിചാരിച്ചില്ല ഇത്ര വലിയ അറബി അറിയുന്ന ആളല്ലല്ലോ അയ്യൂബ്. മൂപ്പരതൊന്ന് കേൾക്കട്ടെ വിചാരിച്ച് ഞാൻ ശ്രദ്ധിച്ച് നോക്കി ലൈവ്. അപ്പോൾ എന്ന് പറയാണ്, ഒരു ഖുർആനിൽ ഒരു വചനത്തിൽ വലാ തസ്തവിൽ ഹസനത്ത് വല സയ്യിഅത്തു, നന്മയും തിന്മയും തുല്യമല്ല, തുല്യമാകുകയില്ല. അതുകൊണ്ട് നന്മ ചെയ്യണമെന്നാണ് അതിൻ്റെ ബാക്കി ഇങ്ങോട്ടുള്ളത്. അപ്പോൾ വലാ തസ്തവിൽ ഹസനത്ത് വല സയ്യിഅത്തു എന്നുള്ളത് യസ്തവി എന്നാണ് അയ്യൂബ് ഓതിയത്. യസ്തവി അതാണ്. അപ്പോൾ ജബാർ മാഷക്ക് അറബി അറിയില്ലാന്ന് പറഞ്ഞിട്ട് അറബി പഠിപ്പിക്കാൻ വന്ന ആളാണ് ഇത് യസ്തവിൽ ഹസനത്തു വല സയ്യിഅത്തു എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ വേറെ ഒന്ന് യൗമ തമൂറുസ്സമാവു മൗറൻ, യൗമ തമൂറുസ്സമാവു എന്നുള്ളത് വായിച്ച് തമൂറുസ്സമാവു എന്നാണ് അതിൻ്റെ വായിക്കേണ്ടത്. അതിൻ്റെ മൂപ്പർക്ക് വായന തുടങ്ങിയപ്പോൾ സംശയമായി. തമൂറുസ്സമാ എന്നായിപ്പോയി പറഞ്ഞ്. തമൂറുസ്സമാ എന്ന് ഉകാരം പറയേണ്ടടുത്ത് ഇകാരം പറഞ്ഞ് തമൂറുസ്സമാ എന്ന് പറഞ്ഞ്. എന്നിട്ട് പിന്നെ അതും തെറ്റാണോ എന്ന് സംശയം തോന്നിയിട്ട് പിന്നെ ചമാ എന്ന് പറഞ്ഞു. അവസാനത്തെ അക്ഷരം പറഞ്ഞില്ല, പറഞ്ഞില്ല. പറഞ്ഞെങ്കിലല്ലേ ഊന്നോ ഈന്നോ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയാൻ വിഴുങ്ങി. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ മൂപ്പരെ തന്നെ വന്നിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അറബി അറിയുന്ന ആളൊക്കെ ഉള്ള ഗതി അതാണ്. അപ്പോൾ അറബി അറിയുന്നു എന്ന് പറഞ്ഞിട്ട് അവകാശപ്പെട്ട് വന്നതാണല്ലോ. താനല്ല അറബിയൊക്കെ അറിയുന്ന ആളാണെന്നുള്ളതല്ലേ. ഞാൻ തിരുവനന്തപുരത്ത് എറണാകുളത്ത് നമ്മൾ പിന്തുടർച്ചാവകാശ കേസ് നടത്തുമ്പോൾ അയ്യൂബ് ഉണ്ടായിരുന്നു കൂടെ. ഒരുപാട് സമയം വക്കീലിൻ്റെ അടുത്ത് പോകാനും അതിനൊക്കെ അയ്യൂബ് സഹായിച്ചിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം അവിടുന്ന് ഇന്നോട് പറഞ്ഞ ഇയാൾ അറബി കോളേജിൽ പഠിച്ചിരുന്നാണ്. ശരി. അറബി കോളേജിൽ ഇയാൾ പോയാൽ മട്ടില്ല. അപ്പോൾ അറബി കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ അറബിയിലുള്ള ഒരു 4 വരി പദ്യയൊക്കെ പറഞ്ഞു കൊടുത്താൽ അതങ്ങ് എഴുതുമല്ലോ, അയാൾ എഴുതുമല്ലോ. എഴുതി കഴിഞ്ഞാൽ എനിക്കറിയാലോ എത്രണ്ട് അറബി അറിയാമെന്ന്. അവരൊക്കെ അറബി കോളേജിൽ പഠിച്ചെന്നാണ് പറഞ്ഞു കഴിഞ്ഞോട് അന്നേരം. അതുപോലത്തെ വലിയൊരു എന്നിട്ട് അത് പറഞ്ഞിട്ട് പറയത്. അപ്പോൾ ഞാൻ റുബീന ഹദീസം ഫി സഹീഹൈനി സബ്അത്തുൻ യുദില്ലൂഹുമുൽ മൗല ബി ഖൈരി ദിലാലി. യുദില്ലൂഹും നിങ്ങൾ എഴുതിക്കോളി എന്ന് പറഞ്ഞ അയാളോട്. ഇത് ഞാനങ്ങനെ ചൊല്ലാം, നിങ്ങൾ എഴുതിക്കോളി എന്ന് പറഞ്ഞു. റുബീന ഹദീസം ഫി സഹീഹൈനി സബ്അത്തുൻ യുദില്ലൂഹുമുൽ മൗല ബി ഖൈരി ദിലാലി യുദില്ലൂഹുമു ഫീ ദില്ലിഹില്ലാഹു യൗമ ലാ സിവാ ദില്ലിഹി ദില്ലുൻ ഹുനാക മഖാലി വഹാക മഖാലി ഇമാമുൻ ലഹു അദ്ലുൻ വമൻ ഫീ ഇബാദത്തിൻ നശാബിത്തുഖാ ലില്ലാഹി ലാ ബിദലാലി വറജുലാനി ഫില്ലാഹിൽ കരീമി തഹാബബാ ബിഹാലി ഇഫ്തിറാഖിൻ മിൻഹുമാ വവിസാലി. ഞങ്ങളവിടെ അധ്യാപകൻ്റെ റൂമിൽ താമസിക്കുക 2 ആളും. അപ്പോൾ ഞാൻ വെറുതെ ഇതിങ്ങനെ ചൊല്ലിയിട്ട് എഴുതിയതിൻ്റെ ശേഷം ഞാൻ വാങ്ങി നോക്കി. ഒറ്റ പിഴവാണ്. ശരി. അതിൻ്റെ വാക്കുകളൊന്നുമല്ല അയാൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി അറബി കോളേജിലൊന്നും പോയി പഠിച്ചിട്ടില്ല, ഇത് വെറുതെ പറയുന്നതാണ്. ഇപ്പം എല്ലാം പോയിട്ട് ഇപ്പം സംവാദത്തിന് വലിയൊരു നുണ പറഞ്ഞ്. അതെന്താണെന്ന് പറഞ്ഞാൽ ജബ്ബാർ മാഷ് പറഞ്ഞല്ലോ 10ാം ക്ലാസ് അറബി പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിന് ഇയാൾക്ക് അധികം കൂട്ടി പറയണ്ടേ, അതിന് ഇയാൾ 12ാം ക്ലാസ് +2 പറഞ്ഞ്. +2 വരെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളിൽ ഇയാൾ UP ക്ലാസ് തയ്ച്ച് പോയിട്ടില്ല. എന്നിട്ടാണ് പിന്നെ പൊതു സദസ്സിൽ വെച്ച് പറയുന്നത്, ചെട്ടിയാരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് ആൾ വന്നിട്ടുണ്ടാവും, ഇയാളെ കഥകൾ അറിയുന്ന ആളുകൾ, ഓരൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് സദസ്സ് എന്ന് പറയുന്നത്. വലിയ സദസ്സെന്ന്. ഞാൻ 12 വരെ സ്കൂളിൽ പഠിച്ചത്, 12 വരെ അറബി പഠിച്ച് സ്കൂളിൽ പോയി, 12 വരെ സ്കൂളിൽ പോയി അറബി പഠിച്ച്, 12 വരെ സ്കൂളിൽ പോയിട്ട് SLCക്ക് പോയിട്ടില്ല, 7th സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടില്ല. അത് മലയാളം നോക്കിയാൽ അറിയാലോ. അങ്ങനത്തെ ഒരാൾ മലയാളം ഒരുപാട് എൻ്റെ ഇവിടെ നോട്ട് ബുക്കിൽ ഒരുപാട് അയ്യൂബ് എഴുതിയത് കാണും ഈ നോട്ട് ബുക്കിൽ. ആ അത് ഇതെന്ന് വെച്ചാൽ ഞാൻ പത്രത്തിൽ നിന്നൊക്കെ കട്ടിങ് എഴുതി സൂക്ഷിക്കുന്നതാണിത്. പത്രത്തിൽ നിന്ന് കട്ടിങ്ങും പിന്നെ യുക്തിവാദത്തിൻ്റെ പല കാര്യങ്ങളും വരുമ്പോഴൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് എഴുതിക്കും. എഴുതാൻ ചിലപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ എഴുതിക്കും. ഇതൊന്നും ഓനെ ഇതൊന്നും നോക്കി. അതുപോലെ അയ്യൂബാടെ ഇരിക്കും മകൾ ഒന്ന് ഇതെന്ന് പറഞ്ഞാൽ എഴുതിയാൽ നമുക്ക് മലയാളത്തിൻ്റെ അറിവ് അറിയാമല്ലോ, മലയാളത്തിനോളം അറിയാമെന്നുള്ളത്. അപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല, ഇംഗ്ലീഷ് തീരെ അറിയില്ല. അപ്പോൾ എന്നിട്ട് അതാണ് പറയുന്നത് ഞാൻ +2 വരെ പോയി. ഇപ്പോൾ ഈ 8ാം തീയതി സംവാദത്തിൽ കള്ളം പറഞ്ഞു, തെറ്റിച്ചു പറഞ്ഞു. അതെ, തെറ്റിച്ചും പറഞ്ഞ് കള്ളം പറഞ്ഞ്. ഈ കാരാശ്ശേരി മാഷുമായിട്ടുള്ള വിഷയം എന്താണത്? കാരശ്ശേരി മാഷ വലിയ പറ്റിച്ച്. കാരശ്ശേരി മാഷ് മലപ്പുറത്ത് ഒരു സമ്മേളനത്തിന് വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തോട് ഇയാളെ ഒരു ബുക്കിൻ്റെ അവതാരിക എഴുതി തരാൻ പറഞ്ഞ്. അയ്യൂബ് ഉണ്ടാക്കിയ ബുക്ക് എന്ന് പറഞ്ഞാൽ മാറ്റർ അയ്യൂബിന് തിരിയുന്ന മാറ്ററേ അല്ല, എവിടുന്നോ ആരോ എഴുതി വെച്ചത് എടുത്തുകൊണ്ടുവന്നതാണ്. ആരോ എടുത്തു കൊടുത്തതായിരിക്കും വെറുതെ. അത് ആ മാറ്റർ അതൊരു ബുക്കാക്കി അവിടെ DC ബുക്സ് നിന്ന് അടുപ്പിച്ച്. DC ബുക്സ് നിന്ന് രവീന്ദ്രൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ അവിടെ പോകും മൂപ്പര്. എന്നിട്ട് അവരായിട്ട് പരിചയമായി. അവരടിച്ചു കൊടുത്തപ്പോൾ അവിടുന്ന് ആരോ പറഞ്ഞ് കാരശ്ശേരിനെ പോലത്തെ ഒരു അവതാരിക നല്ലതാണ് ഇതിൻ്റെ. അങ്ങനെ അവതാരിക കാരശ്ശേരിൻ്റെ പേരിൽ എഴുതിണ്ടാക്കി. കാരശ്ശേരി പറഞ്ഞ പോലെ നിങ്ങൾ എഴുതിക്കോ, ഞാൻ ഒപ്പിട്ടുതരാം. അങ്ങനെ കാരശ്ശേരി പറയില്ല. കാരശ്ശേരിക്ക് എഴുതാൻ സാധിക്കുന്ന ആളാണല്ലോ. അയാൾ മാറ്റർ നോക്കിയിട്ട് അതിനനുസരിച്ചല്ലേ അവതാരിക എഴുതുക. വിഷയം എന്താണെന്ന് നോക്കിയിട്ട് വേണ്ടേ അവതാരിക എഴുതാൻ. അപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ ഒപ്പിട്ടോളാൻ വേണ്ടി, അല്ല ഞാൻ ഒപ്പിട്ടിറങ്ങി എഴുതിക്കുമെന്ന്. അങ്ങനെ ഞാൻ എഴുതിണ്ടാക്കിയത്. ആരോ പോലെ അത് സംഭവം ഉണ്ടായിട്ടില്ല. എന്നിട്ട് പിന്നെ അയാൾ അതിന് പ്രൂഫൊക്കെ ഉണ്ടാക്കി വെച്ച് ഇയാളെ സമ്മതമില്ലാതെ തന്നെയാണ് എഴുതിയതെന്നുള്ളത്. അത് എഴുതി കൊടുക്കാൻ വേണ്ടി അയ്യൂബിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതിപ്പോൾ എഴുതി കൊടുത്താലേ അയാൾക്ക് കൂടുതൽ പ്രൂഫായില്ലേ, നിങ്ങൾ അത് എഴുതി കൊടുക്കാണ്ട് ക്ഷമ പറഞ്ഞിട്ട് തീർത്താള് അതല്ലേ. അപ്പോൾ അത് മാഷ് തയ്യാറായില്ല. കാരണം ഈ ഇത് പറ്റിക്കലാണല്ലോ നടന്നത്. അപ്പോൾ പിന്നെ അത് അതിൻ്റെ മുറ പോലെ പോകണമല്ലോ എന്നുള്ള എനിക്ക് അങ്ങനെ മാഷ് പിന്നെ നോട്ടീസ് അയച്ച് പ്രശ്നമൊക്കെ ആക്കിയിരുന്നു. മറ്റേ നമ്മളെ ജയശങ്കറാണ് നോട്ടീസ് അയച്ചത് കാരശ്ശേരിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ പറ്റുന്നിടത്തൊക്കെ എല്ലാം പറ്റിക്കൂ. പറഞ്ഞല്ലോ ഖുർആൻ 7 തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ ഈ മലക്ക് നബിക്ക് പറഞ്ഞു കൊടുത്തതിൻ്റെ അനുസരിച്ച് ആണ് എഴുതപ്പെട്ടിട്ടുള്ളതെന്നാണല്ലോ പറയപ്പെടുന്നത്. അത് ശരിയാകാൻ സാധ്യതയില്ലല്ലോ. അതെന്ന് പറഞ്ഞാൽ 7 തരത്തിൽ വന്നെന്ന് പറഞ്ഞത് നബിക്ക് അക്ഷര എഴുത്തും വായന അറിയില്ലല്ലോ. അയാൾ നിരക്ഷരനാണല്ലോ. അപ്പോൾ നിരക്ഷരനായ ആൾ ഇത് ഓരോരുത്തരോട് കിട്ടുമ്പോൾ പറഞ്ഞു കൊടുക്കും ഓരോരുത്തർക്ക്. എന്നിട്ട് ഒരാൾക്ക് ഒരു രീതി പറഞ്ഞു കൊടുക്കും, വേറൊരാൾക്ക് വേറൊരു രീതി പറഞ്ഞു കൊടുക്കും. ഇയാളത്തെ ഒരു എഴുതി വെച്ച രൂപമില്ലല്ലോ നോക്കി പറയാൻ. അങ്ങനെ ഈ കേട്ട് പഠിച്ച ആൾക്കാർ തമ്മിൽ തർക്കമായി. ഒരാൾ പള്ളിയിൽ നിന്ന് ഖുർആൻ വായിക്കുന്ന അവസരത്തിൽ ഒരാൾ തെറ്റിച്ച് വായിക്കുന്നത് ഖലീഫ ഉമർ കേട്ട്. അങ്ങനെ ഉമർ അയാളെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി നബിയുടെ അടുത്തേക്ക്. ഇവന് ഖുർആൻ തെറ്റിച്ചാണ് ഓതുന്നതെന്ന്. അപ്പോൾ നബി പറഞ്ഞ് നീ ഓതണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവനെ കൊണ്ട് ഒന്ന് വായിപ്പിച്ചപ്പോൾ ഓൻ പറഞ്ഞത് ശരിയാണെന്ന് നബി പറഞ്ഞ്. അപ്പോൾ ഉമറിന് ദേഷ്യം പിടിച്ചല്ലോ. അപ്പോൾ ഉമർ ചോദിച്ചപ്പം പറഞ്ഞ് നിങ്ങൾ പറഞ്ഞതും ശരിയാണ്, നിങ്ങൾ വായിച്ചതും ശരിയാണ്. ഇത് 7 തരത്തിൽ വന്നിട്ടുണ്ട്.
കാരണം ഇനി ഒരു 5 ആളും കൂടി വന്നാൽ അവരുടെ കാര്യം കൂടി കണക്കിലെടുക്കണ്ടേ. അതെ, അതിനു വേണ്ടി പറഞ്ഞതാണ്, അല്ലാണ്ട് 7 ഒന്നുമില്ല. അപ്പോഴും ഒരു സംശയമുള്ളത്, ഇപ്പോൾ ഈ മലക്ക് പറഞ്ഞു കൊടുത്താണെങ്കിൽ, അതായത് ഈ അള്ളാഹുവിൻ്റെ പ്രതിനിധി നബിക്ക് പറഞ്ഞു കൊടുത്താണെങ്കിൽ അത് വീണ്ടും തോന്നിക്കാൻ അള്ളാഹുവിനോ അല്ലെങ്കിൽ ആ പ്രതിനിധിക്കോ കഴിയൂലേ? കഴിഞ്ഞിരിക്കണ്ടേ? അതെ, അങ്ങനെയാണെങ്കിൽ അവിടെയല്ലേ ചോദിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ഇത് നിരക്ഷരനായ നബിക്ക് പല യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നൊക്കെ കിട്ടിയ കഥകളാണിത്. ഇതെല്ലാം ബൈബിളിലുള്ള കഥകളാണ്. അപ്പോൾ ആ കഥകൾ കുറേ കണ്ടന്റുണ്ടായിട്ട് അവിടുന്ന് ഇവിടുന്നെല്ലാം കിട്ടുന്നതും പിന്നെ ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതുണ്ടാവും. പിന്നെ തന്ത്രപരമായിട്ട് വിശ്വാസം മനസ്സിൻ്റെ ഉള്ളിൽ കടന്നു പോയാൽ പിന്നെ അയാൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുമല്ലോ. അതെ. അപ്പോൾ ഇയാൾ നബിയാണ്, ദൈവത്തിൻ്റെ ദൂതനാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ അത് അങ്ങനെ നിങ്ങൾ പറഞ്ഞതും ശരിയാണെന്ന് പറയുമ്പോൾ അതും അതിന് സംശയമില്ലാണ്ട് സമ്മതിച്ചോളൂ. അതെ, അതായത് ട്രിക്ക്. അതായത് അത് ഖുർആൻ എന്ന് പറയുന്നത് ദൈവീക ഗ്രന്ഥമായിട്ട് പറയാൻ ഒരു സാധുതയും കാണുന്നില്ല എന്നല്ലേ? പക്ഷേ ദൈവീക ഗ്രന്ഥമായിട്ട് പോയിട്ട് ഒരു ശരിക്കുള്ളൊരു സാഹിത്യകൃതിയായിട്ട് പറയാനൊരു വകയില്ല. അതിലുള്ളത് കുറേ കഥകൾ, ആ കഥകൾ തന്നെ കണ്ടന്തുണ്ടമായിട്ട് കിടക്കുകയാണ്, പല സ്ഥലത്തുമായിട്ട് കിടക്കുകയാണ്. ഒരു ക്രമത്തിലല്ല അത് പറഞ്ഞിട്ടുള്ളത്. ഒരേ വിഷയം തന്നെ പല അധ്യായങ്ങളിലാണ് പറയുന്നത്. വൈരുദ്ധ്യവും പലയിടത്തും. പിന്നെ അത് ക്രോഡീകരിച്ചവർ അവർക്ക് തോന്നിയ മാതിരി ക്രോഡീകരിച്ചു എന്നാണ് പറയുന്നത്. ഇതെല്ലാം കൂടി ഒരു പുസ്തകമാക്കിയവർ അവരുടെ ഇഷ്ടത്തിനാണ് അവർ ചെയ്തതെന്ന് അത് ഇത് ഗ്രന്ഥകർത്താക്കൾ തന്നെ പറയുന്നുണ്ട്. അത് അയാളുടെ ഇഷ്ടത്തിന് അയാൾ ചെയ്തതാണ്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ശരിയായിട്ടൊരു വിശ്വാസിയെ, ഇപ്പം ഇത് ദൈവത്തിൽ വിശ്വസിക്കുന്ന, അത് ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായാലും അവരെ പറ്റിക്കുന്നതല്ലേ ഈ ഇതാകെ തട്ടിപ്പാണല്ലോ. വിശ്വാസം ആകെ തട്ടിപ്പല്ലേ. എൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്നു, എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ കേട്ടു, ഞാനിങ്ങനെ കണ്ടു, ഞാൻ ആകാശത്ത് പോയി, അത് കുതിരപ്പുറത്താണ് പോയത്, പറക്കുന്ന കുതിരയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലെയുള്ള കഥകളൊക്കെ വിശ്വസിക്കുമ്പോൾ പിന്നെ ഇതൊക്കെ വിശ്വസിക്കുന്നതിനുണ്ടോ പ്രശ്നം? അതങ്ങനെ പരമ്പരയായി വിശ്വസിച്ച് വന്ന് ഇന്നും അതിങ്ങനെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാർ. എല്ലാ വിശ്വാസങ്ങളും ഇതുപോലെ തന്നെയാണ്. അതാണ്. പക്ഷേ പക്ഷേ ഈ അയ്യൂബിനെ കുറിച്ച് നമ്മളിപ്പോൾ പറയുമ്പോൾ അവരുന്നയിപ്പിക്കുന്ന ഒരു ആരോപണം, അയ്യൂബ് വന്നു ഇൻകമിങ് അത് വേറെ എൻ്റെ ഒരു അനുജത്തിൻ്റെ മകനാ. അവനെ പിന്നെ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ കട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പം അയ്യൂബ് യുക്തിവാദം വിട്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അയ്യൂബ് ഉള്ളപ്പോൾ നിങ്ങളിതൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു ആക്ഷേപം നമ്മുടെ ഭാഗത്ത് നമ്മളെക്കുറിച്ച് അവർ പറയുന്നു. ഉള്ളപ്പോൾ തന്നെ നമ്മൾ ആളുകളോടൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അതാ വളരെ അടുത്ത് രവീന്ദ്രനെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയടുത്തുനിന്ന് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി എന്ന് അറിഞ്ഞില്ലേ, മണ്ണിൽക്കടവ്. ആ പ്രശ്നം ഉണ്ടായെന്ന് രാത്രി ഞാൻ രവീന്ദ്രനെ വിളിച്ച് പറഞ്ഞ് ശ്രദ്ധിക്കണം, പൈസ വല്ലതും വിട്ടുപോകരുതേ. അന്നേരം പറഞ്ഞു ഞാനങ്ങനെ ആർക്കും കൊടുക്കാറില്ല, ഞാൻ വാങ്ങാറുമില്ല, അതുകൊണ്ട് എന്നെ അത് ബാധിച്ചിട്ടില്ല, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഏർപ്പാട് ചെയ്ത് ജോലി ഏർപ്പാട് ചെയ്ത് കൊടുത്ത കടയിലും മാഷ് അത് തന്നെയല്ലേ പറഞ്ഞത്? അതെ അതെ. സംബന്ധമായ ഇടപാടുകൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ഏൽപ്പിച്ചു. കഥകളൊക്കെ നമ്മൾ അറിയുന്നത് പിന്നെ പബ്ലിക്കിൽ നമുക്ക് വരേണ്ടി വന്നിട്ടില്ല. പബ്ലിക്കിൽ വരേണ്ടി വന്നത് ഇപ്പോഴാണ്. കാരണം ഇപ്പം അയാൾക്ക് തന്നെ അത് നമ്മളത് പറയണം എന്നുള്ള നിർബന്ധത്തിലാണ് അയാൾ നിൽക്കുന്നത്. എന്നാലും അത് ഇവർ കുറേ ആൾക്കാർ അറിഞ്ഞാണെങ്കിൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടായെങ്കിലും. പക്ഷേ ഈ ഖുർആനിൽ അർത്ഥരഹിതങ്ങളായ പദങ്ങൾ ഉണ്ടോ? അർത്ഥമില്ലാത്ത കുറേ ഒറ്റ വാക്കുകളുണ്ടല്ലോ. അലിഫ് ലാം മീം, കാഫ് ഹാ യാ ഐൻ സാദ്, അലിഫ് ലാം റാ, യാസീൻ. യാസീൻ എന്നുള്ളത് അതിൽപ്പെട്ട ഒന്നാണ്. ശരി. അർത്ഥമില്ലാത്ത പദങ്ങളാണ്. അതുപോലെ അർത്ഥമില്ലാത്ത പദങ്ങൾ കുറേ ഉണ്ട്. 29 അധ്യായങ്ങളിലും കാണുന്നുണ്ട്. മുഹമ്മദ് മറനീക്കിയപ്പോൾ എന്നുള്ള പുസ്തകത്തിൽ അക്കട്ട് കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് അത് നോക്കാം.
ഖുർആനിലെ 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ തീരെ അർത്ഥമില്ലാത്തതും തികച്ചും അവ്യക്തവുമായ ചില അക്ഷരങ്ങളുണ്ട്. അവ താഴെ കൊടുക്കുന്നു. 29 അധ്യായത്തിലുണ്ട് അത്തരം അക്ഷരങ്ങൾ. അപ്പോൾ അതിന് തീരെ അർത്ഥമില്ല, അവ്യക്തമാണത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അങ്ങനത്തെ 14 അക്ഷരമുണ്ട്, 14 വാക്കുകളുണ്ട്. അങ്ങനത്തേത് 16 എണ്ണം ഉണ്ട്. 14. ഈ തഫ്സീർ എഴുതിയ ആളുകളോ അല്ലെങ്കിൽ വ്യാഖ്യാന കസർത്തുകാരൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലേ? ഇല്ല, അവരൊക്കെ പറയുന്നത് അള്ളാഹുവിനറിയാം, അല്ലാഹുഅലം, അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുവിനറിയാമെന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഉദ്ദേശം അള്ളാഹുവിനറിയാമെങ്കിൽ പിന്നെ ഇവർക്ക് ഇത് അറിയിക്കേണ്ട കാര്യമുണ്ടോ? അതെ അതെ, ഇവർക്ക് അറിയാൻ വേണ്ടിയിട്ടല്ലേ. അത് അലിഫ്ലാം മീം, അലിഫ്ലാം റാ, അലിഫ്ലാം മീം റാ, അലിഫ്ലാം മീം സ്വാദ്, ഹാമീം, ഹാമീൻ ഐൻ സീൻ കാഫ്, താഹ കാഫ്, കാഫ് ഹായ ഐൻ സാദ്, നൂൻ യാസീൻ, സ്വാദ് താസീൻ, താസീൻ മീം, ഇങ്ങനെ 14 എണ്ണം. ഇത് ഈ പ്രാസം ഒപ്പിക്കാൻ വേണ്ടിയും മറ്റുമൊക്കെ ചേർത്തതായിരിക്കാം അല്ലേ? പ്രാസൊന്നുമില്ല, പ്രാസൊന്നും അതിൽ ഒക്കൂലല്ലോ. ഒരു തുടക്കത്തിലാണല്ലോ ഒക്കെ വരുന്നത്. ഈ തുടക്കത്തിലാണ് വരുന്നത്. അതെ, ഇത് അധ്യായത്തിൻ്റെ തുടക്കത്തിലാണ് വരുന്നത്. പക്ഷേ ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ഉണ്ട്, അയാളുടെ പേര് ജെയ്സ്മിത്ത് എന്നാണ്. അയാൾ ഈ ഖുർആൻ്റെ ഉത്ഭവം, നബിയുടെ ജീവചരിത്രം, ഇതൊക്കെ ഭയങ്കര ഗഹനമായി പഠിക്കുന്ന ആളാണ്. അയാൾ തന്നെ ഈ ആന്ത്രോപോളജി ഒരു പ്രായമുള്ള ആൾ തന്നെയാണ്, താടി വെച്ചിട്ട് വെളുത്ത ആള്, ജെയ്സ്മിത്ത് എന്നാണ് പേര്. പുള്ളിക്കാരൻ പറയുന്നത് അറബിയിൽ 28 അക്ഷരങ്ങളേ ഉള്ളൂ. ഈ 28 അക്ഷരം അറിയാമെങ്കിൽ എഴുതാനും വായിക്കാനും പറ്റും. അപ്പം ഈ നബി സ്വമേധയാ ഒരു ബുദ്ധിമാനാണ്. എന്തായാലും ഒരു ബുദ്ധിമാനായ ഒരാൾക്ക് ഈ 28 അക്ഷരം പഠിക്കാൻ സാധിച്ചില്ല എന്നൊരു ആക്ഷേപം അയാൾ ഉന്നയിക്കുന്നു. സാധിക്കാതിരിക്കും. പക്ഷെ അത് ഇന്നത്തെ സാക്ഷരത വെച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും അതൊക്കെ. അന്ന് എന്ന് പറഞ്ഞാൽ അക്ഷരം പഠിക്കൽ വലിയ അത്ഭുതമാണ്. സൗദി അറേബ്യയിൽ ഈ അടുത്ത കാലം വരെ പിന്നെ സാക്ഷരത എത്ര ശതമാനമാണെന്നാണ്? വളരെ കുറവായിരുന്നു, വളരെ കുറവാണ്. അത് നമ്മളെ ഇന്ത്യൻ്റെ സാക്ഷരതയ്ക്ക് അനുസരിച്ചൊന്നും എത്തുന്നില്ല. അപ്പോൾ അങ്ങനത്തെ 1400 കൊല്ലം മുമ്പ് അവിടെ അക്ഷരം പഠിച്ച ആളുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണല്ലോ. അപ്പോൾ പിന്നെ ഈ 28 അക്ഷരം പഠിക്കൽ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് 28 എണ്ണം പഠിക്കണ്ടേ? അതെ, അത് പഠിക്കാതെ സാഹചര്യം വേണം. അതിന് സാഹചര്യം വേണം. 28 ആണെങ്കിൽ 28 പഠിക്കണം. അത് അങ്ങനെ അഭിപ്രായമാണ്. പിന്നെ നബിക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനൊക്കെ അറിയാവുന്ന പോലെ പറയുന്ന പോലെ അഭിപ്രായക്കാരുണ്ട്. ജബ്ബാർ മാഷ് അങ്ങനെ പറയുന്നുണ്ട്. അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാമെന്നുള്ള അങ്ങനെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. അതിന് ചെറിയ സാധ്യത ഉണ്ടാവും. അതിപ്പോൾ സാധാരണ സ്കൂളിൽ പോകാത്ത ആളുകൾക്കൊക്കെ തന്നെ നല്ലോണം എഴുതാനും വായിക്കാനും അറിയുന്നത്. അക്ബർ ചക്രവർത്തിക്ക് നിരക്ഷരനായിരുന്നു അത്രേ. അങ്ങനെ ചക്രവർത്തിയായിട്ട് സമർത്ഥനായ ചക്രവർത്തി, മഹാനായ അക്ബർ എന്നല്ലേ പേര്. അപ്പോൾ അതിന് അങ്ങനെ കണക്കൊന്നുമില്ല. പക്ഷേ ഈ കേരളത്തിൽ മുൻകാലങ്ങളിൽ സ്ത്രീകൾ അറബി പഠിക്കാനും വായിക്കാനും പാടില്ല, ഖുർആൻ പഠിക്കാൻ പാടില്ല, അങ്ങനെ വല്ല തിട്ടൂരങ്ങളും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന്. അപ്പം എഴുത്ത് പഠിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ എങ്ങനെ അറബി പഠിക്കും, ഖുർആൻ വായിക്കും? അത് എഴുതി പഠിക്കാൻ പാടില്ല, വായിച്ചു കൊടുക്കുക. അതങ്ങനെ പറയാൻ കാരണം എന്താണ്? എഴുതാൻ പാടില്ല, എടുത്ത് വായിക്കാൻ പാടില്ല. അതൊക്കെ അക്കാലത്തുള്ള ആളുകളുടെ ഒരു അജ്ഞതയാണത്, അല്ലാതെ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല. പിന്നെ ഹദീസിലുണ്ട് ഈ ദളിതർക്ക്, അധസ്ഥിതർക്ക് പഠിക്കാൻ പാടില്ല, ഗീത അല്ലെങ്കിൽ വിദ്യാഭ്യാസമേ നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ അതെ, മനുഷ്യരായിട്ട് പോലും അവരെ കണക്കാക്കിയിരുന്നില്ല. അത് എല്ലാ വിഭാഗത്തിലും ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? സ്ത്രീകളെ കാര്യമായിട്ട് മാളിക മുകളിൽ താമസിപ്പിക്കരുത്, എഴുത്ത് പഠിപ്പിക്കരുത് എന്നൊരു ഹദീസ് ഉണ്ട്, നബി പറഞ്ഞത് തന്നെ ഉണ്ട്. അതെ, അപ്പോൾ എല്ലാ മതവും സ്ത്രീകളെയും അധസ്ഥിതരെയും അവഗണിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതെ, അല്ല സ്ത്രീകളെ ഇവർ സെക്സിന്റെ ഭ്രമം കൊണ്ടാണ്. അതെ അതെ, മാളിക മുകളിൽ താമസിച്ചാൽ താഴെ കൂടെ പോകുന്ന അവനെ കണ്ടാൽ എന്തെങ്കിലും പ്രേമലേഖനം കൊടുത്താലോ
അതെ, മോഹിച്ചാലോ അതിൻ്റെ മോഹിച്ചാലോ അല്ല ഇതിന് എഴുത്തുണ്ടെങ്കിൽ എഴുതിയിട്ട് അവിടെ ചുരുട്ടി കൊടുത്താൽ മതിയല്ലോ. അതെ 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 അതെ. അപ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഹദീസുണ്ട്. അത് ഹദീസൊക്കെ പിടിച്ചിട്ടായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ആരും അതൊന്നും വിലവെക്കുന്നില്ല. ഈ കാന്തപുരത്തിൻ്റെ ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നു ഇത് പറഞ്ഞിരുന്നത്. അപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതോ കാലഘട്ടത്തിൽ ഈ ഭാര്യമാരുടെ യോനി പൂട്ടിക്കൊണ്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ അരപ്പട്ടകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെ, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം സ്ത്രീകളെ എങ്ങനെയാണ് കണക്കാക്കിയിരുന്നു എന്നുള്ളതിന് വളരെ സ്പഷ്ടമായ ഉദാഹരണമല്ലേ. അതെ അതെ അതെ. പക്ഷേ ഈ ഖദീജ മരിക്കോളം നബി വിവാഹിതനായിട്ടില്ല, മറ്റു വിവാഹം കഴിച്ചിട്ടില്ല. അപ്പം അത് ഖദീജയോടുള്ള ഒരു പ്രതിപത്തിയും സ്നേഹവും ബഹുമാനവും കടപ്പാടും കൊണ്ടാണോ അതോ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണോ? സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഖദീജയുടെ കടപ്പാടും ബഹുമാനവും ഉള്ളതുകൊണ്ടൊന്നും അല്ലത്. അത് ഇയാൾ പ്രവാചകനായി ജനകീയനായി മാറി ആൾക്കാരൊക്കെ ഇയാൾ പറയും പോലെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ കല്യാണം കഴിക്കാനുള്ള അവസരങ്ങളുണ്ടായി. അന്നേരം കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. മറ്റേത് അന്ന് ആ ഖദീജൻ്റെ കീഴിലിങ്ങനെ നിന്ന് പോയി കഷ്ടി ജീവിച്ച് പോകുന്ന കാലമാണല്ലോ. ഈ ഇബ്രാഹിം എന്ന സന്തതി ഏത് ഭാര്യയിലാണ് ഉണ്ടായത്? ഇബ്രാഹിം മാരിയത്ത് അടിമസ്ത്രീയിലാണ്. മാരിയത്തിലൊക്കെ ഭിത്തിക്കുക എന്ന് പറഞ്ഞാൽ അടിമസ്ത്രീയിലാണ് ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായത്. അപ്പം അവർ ഈ കുട്ടി മരിച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ അള്ളാഹുവിനെ ഈ കുട്ടിയെ സംരക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പരിതപിച്ചതായിട്ട് അത് ആ കഥ കേട്ടിട്ടുണ്ടോ? അത് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഇപ്പം ഇടയ്ക്ക് പറഞ്ഞു കേട്ടു. അതെ, ഉണ്ടായിരിക്കും, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ആ കുട്ടി മരിച്ച അവസരത്തിൽ നബി അതിൻ്റെ ജഡമെടുത്ത് മടിയിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. നമ്മളിൽ ആദ്യമുള്ളവരും അവസാനമുള്ളവരുമായ എല്ലാ മനുഷ്യരെയും വീണ്ടും ഒരുമിച്ച് കൂട്ടപ്പെടുന്നൊരു ദിവസമുണ്ടല്ലോ മോനെ, അന്ന് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ക്ഷമിക്കുന്നു. പടച്ചവനെ കോപിക്കുന്നതൊന്നും ഞാൻ പറയുന്നില്ല. പടച്ചവനെ കോപിക്കുന്നതാണല്ലോ ഇത്. ആ കുട്ടിനെ ജീവിപ്പിച്ചു തന്നൂടെ എന്ന്. അപ്പോൾ പടച്ചവനെ കോപിക്കുന്നതൊന്നും പറയുന്നില്ല. ഇന്നാലി ഫിറാഖിക്കല മെഹ്സൂൻ, എൻ്റെ വേർപാടിൽ ഞങ്ങൾ അതിയായി ദുഃഖിക്കുന്നു എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ ഖദീജ അവിടെ സ്വാഭാവികമായും ഖദീജ മാരിയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹു നിങ്ങൾക്ക് പല കഴിവും തന്നിട്ടില്ലേ, എന്നാൽ ഈ കുട്ടിനെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പറയാൻ സാധ്യത ഉണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കിൽ നിന്ന് മനസ്സിലാകാം, അങ്ങനെ പറയാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. മതിയാക്കാം. മാഷ് ഇത്രയും പ്രായാധിക്യം കൊണ്ടും ബുദ്ധിമുട്ടും കൊണ്ടും ഇപ്പോൾ ഇത്രയും സംസാരിച്ചതിന് വലിയ കടപ്പാടാണ് നമുക്ക് അറിയിക്കാനുള്ളത്. വളരെ ക്ഷണിതനായിരുന്നിട്ട് പോലും ആവേശത്തോടുകൂടി സംസാരിച്ചതിന് അങ്ങേയറ്റം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നന്ദി.